മക്കളെ, വെൽക്കം ബാക്ക് ടു എഡ്യൂപോർട്ട്. ദിസ് ഇസ് മീ വർണിത, യുവർ ഫേവറേറ്റ് ഇംഗ്ലീഷ് ടീച്ചർ. യെസ്, അപ്പം ഓണം എക്സാം ഏകദേശം അടുത്തെത്താനായിട്ടുണ്ട്. നിങ്ങൾ ആ വിവരങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? നമ്മളുടെ ഇപ്പോഴത്തെ ഒരു പ്ലാൻ പ്രകാരം ഓഗസ്റ്റ് 20th നമ്മുടെ ഓണം എക്സാം സ്കെഡ്യൂൾഡ് ആയിട്ടുള്ളത് കേട്ടോ. സോ ഓണം എക്സാം ആവുമ്പോഴത്തേക്കും എല്ലാവർക്കും വരുന്ന സംശയമാണ്, മിസ്സേ ഇംഗ്ലീഷ് അല്ലേ? അപ്പൊ ഞാൻ മിസ് പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് ആണ്. സോ ഇംഗ്ലീഷ് എത്രത്തോളം ചാപ്റ്റേഴ്സ് പഠിക്കണം, ഏതൊക്കെ ലെസൺസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഏതൊക്കെ ലെസൺസിനാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക മിസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംശയങ്ങൾ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. സോ നിങ്ങളുടെ ആ ഒരു ഡൗട്ട് എല്ലാം തന്നെ നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ക്ലിയർ ആവുന്നതാണ്. അപ്പോൾ എൻ്റെ മക്കൾ ഈ ഒരു വീഡിയോ കാണുന്നത്, നമ്മുടെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇപ്പം തന്നെ ലൈക്ക് ചെയ്തേ. യെസ്, ഓക്കെ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, അതായത് ഇനിയിപ്പോൾ മിസ് പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, വേറെ ഏതെങ്കിലും ലെസൺസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ വരിക എന്നുള്ളൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് കമന്റ് ചെയ്യും കൂടെ ചെയ്യാം കേട്ടോ. അപ്പം വേഗം ആ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. എന്താണ്? യെസ്, ഫസ്റ്റ് യൂണിറ്റ് ഹാർമണി ഓഫ് മാവൽസ് അല്ലേ? അപ്പം നമ്മുടെ 7th സ്റ്റാൻഡേർഡിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് മാറി നിങ്ങൾ സെക്കൻഡ് ബാച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഈസിയാണ് കാര്യങ്ങൾ. അതായത് നമുക്ക് പ്രീവിയസ് ഇയറിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും ഉണ്ട് അല്ലേ, എന്തൊക്കെയാണ് വരിക, ഏതൊക്കെ പോർഷൻസ് ആണ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതൊക്കെ അറിയാനായിട്ട് നമുക്ക് എന്തുണ്ട്, ഒരു പ്രീവിയസ് ഇയറിലെ കഴിഞ്ഞ വർഷത്തെങ്കിലും ഒരു ബാച്ചിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ലക്കിയാണ്. സോ അത് വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നത് ഫസ്റ്റ് യൂണിറ്റിൽ റോബോട്ട് വിത്ത് എ വൈറസ് and in wonder and amazement I sing, അതുപോലെ തന്നെ glimpses of emirates. ഈ 3 ലെസൺസ് വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ്. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ചും റോബോട്ട് വിത്ത് വൈറസും ആൻഡ് ഇൻ വൺ, യെസ്, ഇത് 3 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെസൺസ് ആണ്. റോബോട്ട് വിത്ത് വൈറസിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷം ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. സോ ഈ 3 ലെസൺസ് ഫസ്റ്റ് യൂണിറ്റിലെ ഈ 3 ലെസൺസ് നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതേപോലെ തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ടത് നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള ഇമാജിനേഷൻ ആണ്. ഇമാജിനേഷൻ്റെ അകത്ത് 3 ലെസൺസ് കാണാം. A doll's journey, foreign lands, the story of my life. അതിനകത്ത് doll's journey and foreign lands വരെ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടുണ്ടാവും. കൺഫേം ആയിട്ടും എന്തായാലും അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന് കഴിഞ്ഞ വർഷത്തെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ ചാൻസ് ഇല്ല, അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഇല്ല. ഏത്? ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്, ഹെലൻ കെല്ലറിന്റെ ലെസൺ ആണല്ലേ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. അതിൻ്റെ അകത്ത് പൊതുവെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറില്ല. പക്ഷേ ബാക്കിയുള്ള 2 ലെസൺസ് ഡോൾസ് ജേർണി ആൻഡ് ഫോറിൻ ലാൻഡ്സ്, ഇതിൻ്റെ അകത്ത് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടുണ്ടാവും. അത് കൺഫേം ആണ്, 100% ഷുവർ ആണ് കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് ഓണം എക്സാമിന് ഇംഗ്ലീഷിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഉള്ളത് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ പോർഷൻസ് വരെ നിങ്ങളുടെ സ്കൂളിൽ കംപ്ലീറ്റ് ആയി എന്നാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റഡ് എന്ന് എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇനി കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാണെങ്കിൽ നോട്ട് കംപ്ലീറ്റഡ്, ഓക്കെ, തീർന്നിട്ടില്ല മിസ്സേ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും വീഡിയോസ് വേണം, മിസ് ഇതാ എനിക്ക് ഈ ലെസൻ്റെ അകത്ത് ഇങ്ങനത്തെ ഒരു വീഡിയോ വേണം, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ട് എന്നാണെങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങൾ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യുക. മിസ് അത് ഉറപ്പായിട്ടും ആ കമൻറ്റ്സ് ഒക്കെ പരിഗണിച്ചിട്ടുള്ള വീഡിയോസ് എന്തായാലും ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ ഓണം എക്സാമിൻ്റെ പോർഷൻസ് ഇതാണ്. ഇനി ആരും പോർഷൻസ് അറിഞ്ഞില്ല എന്ന് പറയരുത്, പഠിക്കാൻ വേണ്ടി തുടങ്ങിക്കോളുക മക്കളെ. കുറച്ച് സമയം നമ്മുടെ മുന്നിലുള്ളൂ. ആൻഡ് നിങ്ങൾ ഓർക്കുക, ഈ ഓണം എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ USS ഒക്കെ സ്വപ്നം കാണുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഓണം എക്സാമിന് നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിലും A ഗ്രേഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങളെ USSന് പരിഗണിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഈ എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. USS ആസ്പിറൻസിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം തന്നെയാണ്. സോ ഒരു കാരണവശാലും നിങ്ങൾ ഇതിനെ വളരെ ലൈറ്റ് ആയിട്ട് എടുത്ത് വേസ്റ്റ് ചെയ്യരുത് കേട്ടോ, നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യരുത്. അപ്പൊ എന്താണ്, നമുക്ക് ഓണം എക്സാമിന്റെ ബാക്കി പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയല്ലേ? യെസ്, അപ്പൊ കാണാം.